நான் எல்லா விஷயத்திலும் ரொம்ப கவனமா தான் இருப்பேன். அதுவும் அடுக்கள விஷயத்துல யாரும் இன்னை வரைக்கும் குத்தம் சொன்னதில்ல. நான் தேங்காய் சம்மந்தி அரைக்கிறேன் சொன்ன உடனே கிழங்கு கறியா? கிழங்கு கறி. ஹலோ லக்ஷ்மி, ஆமா நான் கனகம். நல்லா இருக்கியாப்பா? நீ எங்க இருக்க? ஓ, பாலக்காடு வந்திருக்கியா? முத்து அண்ணா இப்படி இருக்காங்க? நான் மதுரைக்கு வருவேன். அதுக்கப்புறம் இங்க திரும்பி வர்றது நான் யோசிச்சுட்டு தான் வருவேன். வரமாட்டேன் அதான். சரி, நான் அப்புறம் கூப்பிடுறேன். കനേച്ചി நம்ம ലക്ഷ്മി ബാലസുബ്രഹ്മണ്യം. അന്ന് പോയിട്ട് തിരിച്ചു വന്ന കാര്യമൊക്കെ ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഓരോന്നങ്ങ് തട്ടി വിടാണ്. சும்மா தட்டி விட்டதெல்லாம் ஒண்ணும் இல்ல கௌரி. நீங்க தானே எப்பவும் சொல்லுவீங்க பாட்டு நல்லாகும் போது டான்ஸ் நிறுத்தணும்னு. പാട്ട് നന്നാവുമ്പോ ഡാൻസ് എടുത്തണം. അങ്ങനെയല്ലല്ലോ, സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്നല്ലേ? ഓ അല്ല കനകേച്ചി, എന്ത് ഇത്ര പെട്ടെന്ന് മധുരയ്ക്ക് പോകാനൊക്കെ പ്ലാന്? ആര് പറഞ്ഞു പോകണ്ടെന്ന്? ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല. ഇപ്പോഴേ പൊക്കോ. மதுரையில கொஞ்சம் காசு கம்மி தான் என் வீட்டுல. ஆனா எனக்கு அங்க சொர்க்கம்டா, சொர்க்கம். അങ്ങോട്ട് അങ്ങോട്ട് സ്വർഗം സ്വർഗം അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്താ മതി. എന്റെ ഉരുളക്കിഴങ്ങിനകത്തിരുന്നേന്തിയേ? எனக்கு தெரியாது. ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. நான் பார்க்கலம்மா. ഗൗരി, നീ കണ്ടായിരുന്നോ? ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നോ? ആ ബെസ്റ്റ്. തറവാട് കണ്ടിട്ടില്ല, പിന്നെ ആ കറിച്ചട്ടി. എന്തോന്ന്? അടുക്കള കയറാത്ത അമ്മായിയുടെ കിഴങ്ങിന്റെ കാര്യം ചോദിക്കണേന്ന്. ഓ പാറുവേ, പാറ നീ കുറെ നേരം നിന്നും കളിക്കണുണ്ടല്ലോ. അത് എവിടെ നിറക്കി ഇവിടുന്നതൊക്കെ ചുമ്മാ കൈ നിട്ടതാ. കഴിഞ്ഞിട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ഒരു 10-25 എണ്ണം ഉണ്ടാക്കി പോയി നമുക്ക് പഴഞ്ചൊല്ലിന്റെ ലിസ്റ്റിനകത്ത് കയറ്റിയും കൂടാ. നന്നായി. ഞാൻ അതല്ലേ കേശു ആലോചിക്കണേ. ഇവരെ വഴക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല കിഴങ്ങേറിയ ചമ്മന്തി വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്തോ. கிழங்கு இருந்தா தானே கிழங்கு கறி வைக்க முடியும். ഇന്നും പോയി. എന്റെ പൊന്നളിയാ, അളിയാ ദോശ കഴിച്ചായിരുന്നു? എന്റെ പൊന്നളിയാ, അറിഞ്ഞറിയാതെയും കഴിക്കല്ലേ. ഒടുക്കത്തെ ഉപ്പ്. എന്റെ പൊന്നളിയാ, ഞാൻ ഒരു 2 എണ്ണം കഴിച്ചു പോയി. കഴിച്ചിട്ട് ഇറക്കാൻ പറ്റണില്ലായിരുന്നു. എന്റെ പൊന്നളിയാ, അവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ആദ്യമായിട്ടാ. അളിയാ, അപ്പൊ ഇന്ന് ദോശയുടെ കൂടെ ചമ്മന്തി ആയിരുന്നോ അതോ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നോ? തേങ്ങ കൊല. എന്റെ പൊന്നളിയാ, തേങ്ങയും കാണാനില്ല, കിഴങ്ങും കാണാനില്ലെന്ന്. അതുകൊണ്ട് ഒരു കറിയും ഉണ്ടാക്കിയില്ല. അവസാനം ഉള്ളിയും മുളകും ഉടച്ച് എണ്ണ ഒഴിച്ച് തന്ന് തിന്നാൻ. പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ.
എന്തുണ്ടാക്കിയാലും ഉപ്പ് മേളിനിപ്പുണ്ട്. നന്നായി ഞാൻ കഴിക്കാഞ്ഞല്ലേ. തന്നെ കഴിക്കാതിരിക്കണ നല്ലത്. എന്നാലും എന്താണ് ഇത്ര ഉപ്പ് കൂടി കിടക്കണേ? സിധുവാനെ ആ? നല്ല കടുപ്പത്തിലൊരു ചായ ഉഫ്. പശുമ്പാലുണ്ടാക്കിയതാ. താങ്ക് യു അമ്മ. മോൻ ദോശ കഴിക്കുന്നില്ലയോ? അമ്മൂമ്മ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഞാൻ ലഞ്ച് കയറ്റി പിടിച്ചോളാം. എങ്ങനെയുണ്ട് മോനെ? കൊള്ളാം, സൂപ്പർ. നിനക്കുള്ള ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ. ഇന്ന് എനിക്ക് ചായ വേണ്ടായിരിക്കും. എന്താ? വേണ്ട, മൂടില്ല. എന്നാലും ഞാൻ എടുത്തു വെച്ചേക്കാം. ആ, എടുത്ത് വെച്ചേക്ക്. എന്താ അളിയാ? അളിയാടാ, പഞ്ചസാരക്ക് പകരം ഉപ്പായിട്ടിരുന്നേ. പഞ്ചസാരക്ക് പകരം ഉപ്പായിരുന്നു ചായക്കകത്ത്. ആ, ചിലപ്പോഴേ അളിയനെ മറ്റേ ഇടുക്കിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞ മസാല ടീ ഇല്ലേ, അത് ഇവര് ഇവിടെ ഇട്ട് തന്നേരിക്കും. അളിയോ, ഇത് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയണാണോ എന്നൊരു ഡൗട്ട്. കനകാന്റി കലക്കി വെച്ച ദോശമാവിനകത്ത് അമ്മൂമ്മ ഉപ്പിട്ട് കാണും. അമ്മൂമ്മ ഉണ്ടാക്കിയ ചായക്കകത്ത് കനകാന്റി ഉപ്പിട്ട് കാണും. ഈ ചായയാണ് ഞാൻ സിദ്ധുവിനോട് കൊടുത്തേ. സിദ്ധു അടിപൊളിയാന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ഇതിനകത്ത് ഉപ്പ് വന്നേ? ഈ ചായയാണ് ഞാൻ പിള്ളേർക്ക് കൊടുത്തേ. എങ്ങനെ? കനകം എന്റെ ക്യാരറ്റ് എടുത്തോ ചരിയുന്നോ? என்ன இதுல உங்க பேர் எழுதி இருக்கா? നിന്റെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? இது என்னோட கேரட். ഇത് എന്റെ, ഞാൻ മേടിച്ച എന്റെ ക്യാരറ്റ്. இது நான் எடுத்துட்டு வந்த கேரட். இது நான் கொடுக்க மாட்டேன். இது என்னோட கேரட். എന്താണ് ഇങ്ങോട്ട്? ഞാൻ തോരൻ വെക്കാൻ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റ്. கேசு நான் தோரம் வைக்கிறதுக்கு எடுத்துட்டு வச்ச கேரட். ആര് തോരൻ വെക്കാൻ എടുത്തു വെച്ച ക്യാരറ്റ് ആണെങ്കിലും ക്യാരറ്റ് ഈ വീട്ടിലെ ക്യാരറ്റ് ആണല്ലോ. എന്താണ് ഇവിടെ യുദ്ധഭൂമി ആക്കോ?